നമസ്കാരം. ഇന്നപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരികയാണ്. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഗ്രൂപ്പിനെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു, RSG സ്കാമിനെ പറ്റി. അത് ഇന്ന് എൻ്റെ ഗ്രൂപ്പിലുള്ള കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ചെയ്തു. അയാളുടെ ഒരു 50,000-ന് മുകളിൽ പൈസ പോയിട്ടുണ്ട്. എൻ്റെ ഒരു ഓഡിയോയുടെ ആദ്യത്തെ ഒരു പോർഷൻ ഞാൻ കേൾപ്പിക്കാം, ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഹലോ ബ്രോ, ഒരു കാര്യം ചോദിക്കണമെന്ന് തോന്നരുത്. ഞാൻ നിങ്ങളെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അതിൽ മറ്റേ RSGോയിൽ ഗെയിം കളിച്ചിട്ട് പോയൊരു ചേട്ടൻ അങ്ങനെ മൊത്തത്തിലൊരു വീഡിയോ നിങ്ങൾ കാണിച്ചു. ഞാനും അതുപോലെ പെട്ട ഒരാളാണ്. ഇതേപോലെ തന്നെ മലയാളി ഗ്രൂപ്പിൽ നിന്ന് പോയിട്ട് ഒരാൾ 50,000 ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, അപ്പോൾ തന്നെ 25,000 രൂപ ക്യാഷ് ബാക്ക് തരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇല്ലാത്ത ക്യാഷ് വെച്ചിട്ട് അങ്ങനെ ഒരുപാട് പ്രൂഫ് എന്തൊക്കെ കാണിച്ചപ്പോൾ വിശ്വസിച്ച് പോയി. അങ്ങനെ ഇല്ലാത്ത ക്യാഷ് വെറുതെ ഗോൾഡ് പണം വെച്ചിട്ട് ഇട്ടതാണ്. അതിട്ടോടുകൂടി പിന്നെ അവനെ കാണാനില്ല, അവൻ ബ്ലോക്കാക്കി പോയി. അപ്പോൾ നിങ്ങൾ ഈ ഓഡിയോ കേട്ട് കഴിഞ്ഞു വേണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും ഇവിടെയുള്ള എന്താണ് ആക്ടിവിറ്റി നടക്കുന്നത് ഈ ഗ്രൂപ്പിൽ. അപ്പോൾ ഈ ഗ്രൂപ്പിന് ഞാനൊന്ന് ഒബ്സർവ് ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു 15ഓളം ആളുകൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാം കയ്യിൽ നിന്ന് 50,000 രൂപ വെച്ച് 15 ആളുകളുടെ കേട്ടോ നിലവിൽ പോയിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് എന്നെ അറിയിച്ചത്. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ അവരുടെ ഗ്രൂപ്പിലൊന്ന് കയറി. ഞാനിതൊരിക്കലും അവരുടെ ഗ്രൂപ്പിനെ കുറ്റം പറയാനുള്ള സാധനമൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് ഒരു അവയർനെസ് മാത്രമാണ്. ഇതിൻ്റെ ലിങ്ക് ഒപ്പിക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു, കാരണം എനിക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ ഒപ്പിച്ചു എന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും അവരുടെ ഒരു സിമ്പത്തറ്റിക് അപ്രോച്ചാണ് അവരിട്ടിരിക്കുന്ന ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീൻഷോട്ടിൽ. ഒരെണ്ണത്തിൽ ഒരു അജയ്, ഓക്കെ, അയാൾക്ക് അച്ഛനില്ല, ഇപ്പോൾ 18 വയസ്സ് മാത്രമേ ഉള്ളൂ. ഇന്ന് എൻ്റെ വീട്ടിൽ ആരും കാണാത്തതുകൊണ്ട് 50,000 രൂപ എടുത്തുകൊണ്ട് ഞാൻ CDM ഇട്ടു. അതാണ് കേട്ടോ എൻ്റെ അകത്തുള്ള ഹൈലൈറ്റ്. അച്ഛനില്ല, 18 വയസ്സ് മാത്രമേ എനിക്ക് പ്രായമുള്ളൂ, അതുകൊണ്ട് ആരും കാണാതെ ഞാൻ വീട്ടിൽ നിന്നൊരു 50,000 രൂപ എടുത്തുകൊണ്ട് ഞാൻ CDM ഇട്ടു. 18 വയസ്സുള്ള പയ്യൻ. അടുത്ത ആഴ്ച ചേച്ചിയുടെ കല്യാണമാണ്, അതിനുള്ള പൈസയാണ്. എനിക്ക് അവൾക്ക് എന്തെങ്കിലും കൊടുക്കണം, നല്ല കൊടുപ്പാവും. ഗോൾഡ് ഫുള്ള് ലോണാണ്, ഓക്കെ. അതുകൊണ്ട് ഞാൻ റീചാർജ് ആക്കട്ടെ, എനിക്ക് നിങ്ങളെയാണ് വിശ്വാസമുള്ളൂ, ഒരാളുടെ ഒരു സാധനമാണ്. അങ്ങനെ പുള്ളി പറയുന്നുണ്ട്, എവിടെയെങ്കിലും പാളിപ്പോയി കഴിഞ്ഞാൽ ചേച്ചിയുടെ കല്യാണത്തിന് മുമ്പേ എനിക്ക് നാട് വിടേണ്ടെന്നൊക്കെ പറയണം. എന്നിട്ട് പുള്ളിക്കാരൻ കൊണ്ട് CDM ഇട്ടു എന്നൊക്കെ പറയുന്നു. സമയം രാവിലെ 10:35. വളരെ ഫാസ്റ്റായിട്ടുള്ള സാധനങ്ങളൊക്കെ റിപ്ലൈ കൊടുക്കുന്നു. എന്നിട്ട് അവരൊരു നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് റീചാർജ് ചെയ്യാനായിട്ട്. ഓക്കെ, റീചാർജ് ചെയ്തു, റീചാർജ് സക്സസ്ഫുള്ളി എന്നുള്ള സാധനമായിട്ട് സ്ക്രീൻഷോട്ടൊക്കെ അവരിട്ട് എപ്പോഴും ട്രിം ചെയ്തേക്കുക. നമ്പർ കൊടുത്തിട്ടുണ്ട്. 11:41 അവർ ഒരു റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ക്യാഷ് ബാക്ക് 25,000 കിട്ടിയെന്നൊക്കെ പറയുന്നു. പിന്നെ പുള്ളി ഷോട്ട് എന്നൊക്കെ പറയുന്നു. അങ്ങനെ അജയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ 12:56 ആയപ്പോൾ, സമയം 10:35 തുടങ്ങിയ സാധനം 12:56 ആയപ്പോഴേക്കും എന്ത് ചെയ്തു, തിരിച്ച് വന്നിട്ടുണ്ട്. അതായത് 39,000 രൂപ ക്രെഡിറ്റ് ആയെന്ന് പറയുന്നു. YSPS കമ്മ്യൂണിക്കേഷൻ IMPSൻ്റെ റെഫറൻസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് വെച്ച് സെർച്ച് ചെയ്തു, അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. 9:48 AM കേട്ടോ, മെയ് 22 9:48 AM പുള്ളിക്ക് അത് ക്രെഡിറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, തലേ ദിവസം കാണിച്ചതും ഒരേ സ്ക്രീൻഷോട്ട്, പിന്നെയും കാണിക്കുന്നു ഒരേ സ്ക്രീൻഷോട്ട്. അപ്പോൾ പുള്ളി ഉറക്കത്തിലായിരുന്നു. 9:48 വരെ ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കുമായിരുന്നു 9:48 ആയപ്പോൾ എന്ന് പറഞ്ഞിട്ട്. കാരണം ഇന്നലെ രാത്രി വന്ന മെസ്സേജിൻ്റെ സൗണ്ട് പുള്ളിക്ക് കിട്ടിയത് രാവിലെ 9:48 അപ്പോൾ പുള്ളിക്ക് ഭയങ്കര വിഷമമൊക്കെയായിരുന്നു പറഞ്ഞിട്ട് സാധനം ഇട്ടു. ഇനി അടുത്തൊരെണ്ണം, പുള്ളി വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ട് അച്ഛൻ്റെ ഓപ്പറേഷൻ വേണ്ടിയിട്ട് നാളെ പൈസ കൊടുക്കണം. നാട്ടുകാർ എന്ത് ചെയ്യും, നാട്ടുകാർ പിരിവെടുത്ത പൈസയാണ്, അത് വെച്ചിട്ടാണ് പുള്ളി കളിക്കാൻ പോകുന്നത് കേട്ടോ. അച്ഛന് ഓപ്പറേഷൻ വേണ്ടിയിട്ട് നാട്ടുകാർ പിരിവെടുത്ത് പൈസ എടുത്തിട്ട് പുള്ളി 50,000 രൂപ ഇവർക്ക് വേണ്ടിയിട്ട് ഇവർക്കിടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് വെച്ചിട്ട് ഗെയിം കളിക്കാൻ പോകുന്നു. പിന്നെ MRIയുടെയൊക്കെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഐ തിങ്ക് തലയാണെന്ന് വിചാരിക്കും, ഞാൻ സൂം ചെയ്ത് നോക്കാം. തലയിലാണ്. 19 ലക്ഷം വേണം. 7 ഉണ്ട് കയ്യിൽ, 7 ലക്ഷം ഉണ്ട്. അതിൽ നിന്ന് എടുത്തിട്ടാണ് അവൻ 50,000 രൂപ കൊണ്ടുപോയിട്ട് ഗെയിമിലിടുന്നത്. ആലോചിക്കുക, 19 ലക്ഷം അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ നിലവിൽ കയ്യിൽ 7 ലക്ഷം രൂപ ഉണ്ട്, വലിയ കുഴപ്പമില്ല, 7 ലക്ഷം രൂപ ഉണ്ട്. അതിൽ നിന്ന് ഒരു 50,000 രൂപ നൈസായിട്ട് എടുത്തിട്ട് റീചാർജ് ചെയ്യുന്നു. ഓക്കെ, ശരി. എന്നിട്ട് പിന്നെ അതുപോലെ ബ്രോ കൈവിടലേ സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്, ക്ലീഷേ സാധനങ്ങൾ. അവർക്കങ്ങനെ എമൗണ്ട് ക്രെഡിറ്റ് ആയി വന്നു. പെട്ടെന്നായിരുന്നു, വളരെ പെട്ടെന്നാണ്. കാരണം 12:56 ഇടുന്നു,
1 മണിക്ക് 12:56 ഇടുന്നു, 1 മണിക്ക് സാധനം കിട്ടുന്നു, 1:01 തിരിച്ച് ഗെയിമിന് എമൗണ്ട് ക്രെഡിറ്റ് ആകുന്നു. ഓക്കെ, മനസ്സിലാക്കുക. 12:56 ഫൈനൽ സെറ്റിൽമെൻറ്റ് കിടക്കുന്നു. 1:08 തിരിച്ച് ക്രെഡിറ്റ് ആയതല്ലേ, 27,000 രൂപയുടെ ക്രെഡിറ്റ് തിരിച്ച് കിട്ടി. പിന്നെ പുള്ളിക്ക് എമൗണ്ടുകൾ തിരിച്ച് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത് ഈ 27,000 രൂപ ബാലൻസ് പറയുന്നത് വീണ്ടും പിറ്റേ ദിവസം 8:41 PM 8:41 PM പറയുമ്പോൾ അന്ന് വൈകിട്ട് കേട്ടോ, ഐ തിങ്ക് അന്ന് വൈകിട്ട് പിന്നെ ഒരു 40,000 ക്രെഡിറ്റ് ആകുന്നുണ്ട് 8:41 തന്നെ. 8:40 പിന്നെ 8:42 വീണ്ടും ഒരു 40,000 ക്രെഡിറ്റ് ആകുന്നു. 27,500 ഓക്കെ, സെയിം തന്നെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട് അവിടെ, ഇത് 3 അക്കൗണ്ടാണ്. കാരണം പറയാൻ, ഫസ്റ്റ് അക്കൗണ്ടിൽ 7,999 ഓക്കെ, ആദ്യത്തെ 2 സെയിം തന്നെ. രണ്ടാമത്തത് ഫെഡറൽ ബാങ്ക് ആണ്, അതിൻ്റെ അക്കൗണ്ട് നമ്പർ വേറെയാണ്, അതിൻ്റെ 791 ആണ് ലാസ്റ്റ് കിടക്കുന്നത്. 799 791 ഓക്കെ, ദർ ഇസ് എ ലിങ്ക്. അപ്പോൾ അങ്ങനെ മൃദുൽ എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പുള്ളിക്ക് സ്പിൻ ചെയ്തു. 6.5 ലക്ഷം രൂപ ഒറ്റയടിക്ക് കിട്ടി. ഓക്കെ, 6.5 ലക്ഷം കിട്ടിയത് എപ്പോഴാണെന്നറിയോ? 2:52 ഓക്കെ. 1 മണിക്ക് ഒരു ക്രെഡിറ്റ് കടന്നിരുന്നു, പിന്നെ ഉള്ള ക്രെഡിറ്റ് പറഞ്ഞാൽ 8:42 പക്ഷെ പുള്ളിക്ക് 2:52 ആയപ്പോൾ 6.5 ലക്ഷം കിട്ടി. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞാൽ മുസ്തഫ. പുള്ളി സ്ക്രീൻ എമൗണ്ട് ഇടട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എമൗണ്ട് ഇട്ടുണ്ട്. പുള്ളിക്ക് കാലിൽ മുഴയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. 5-6 മാസമായി പോയി. അവിടെയാണ് ടിസ്റ്റ്. കൊത്തക്കുറിശി കോപ്പറേറ്റീവ് ബാങ്കിൽ പുള്ളി കൊത്തക്കുറിശി കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് സൂം ചെയ്യാം. കൊത്തക്കുറിശി കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് നമ്പർ F1049 കൊത്തക്കുറിശി PO പന്നമന ഓക്കെ, പന്തക്കുളം. ഞാൻ ഈ സാധനം ഒന്ന് സെർച്ച് ചെയ്തു, പന്തക്കുളം എന്നുള്ളത്. അപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് എനിക്ക് പാലക്കാട് റീജിയനാണ് കിട്ടിയത്. പാലക്കാടാണ് ഈ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ശരി, ഇതിൻ്റെ ഡേറ്റ് 31/5/2025 ഇതിൻ്റെ ഡേറ്റ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഓർക്കുക 31/5/2025. പിന്നെ എൻ്റെ ഡ്യൂ ഡേറ്റ് പറയുന്നത് 31/8/2025. ഓക്കെ, 15.5 ഗ്രാമാണ് വച്ചിരിക്കുന്നതെന്നാണ്. 55,000 രൂപ എടുത്തു. അങ്ങനെ പുള്ളി പെയ്ഡ് ടു രാംരാജ്. ഫോൺ നമ്പർ അവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ പെട്ടല്ലോ. അപ്പോൾ 50,000 രൂപ കൊടുത്തതിൻ്റെ രാംരാജ് എന്നുള്ള സാധനത്തിൻ്റെ ഫോൺ നമ്പർ അവിടെ കിടക്കുന്നുണ്ട്. അതവർ മറച്ചു വയ്ക്കാൻ മറന്നുപോയി. ശരി, എന്നിട്ട് ക്യാഷ് ബാക്ക് 26,000 കൊടുത്തു. ശരി, ട്രാൻസാക്ഷൻ 1/16. ഇവിടെ ഈ ഒരു ട്രാൻസാക്ഷൻ എനിക്ക് 1/10. ശരി, വലിയ താമസമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് June 1. ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. June എന്നുള്ള ഡേറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. June 1 ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ നോക്കിയാൽ മതി. എന്തായാലും ശനി ഞായറും എന്തായാലും ബാങ്കിൽ പണയം വയ്ക്കാൻ പറ്റില്ല, അതെനിക്കറിയാം. അപ്പോൾ അങ്ങനെ ട്രാൻസാക്ഷൻ നടത്തി പുള്ളിക്ക് സ്പിൻ വീൽ കൊടുത്തു, സാധനം കിട്ടി, ഗ്രൂപ്പിൽ ആഡാക്കി. എന്നിട്ട് June 1 നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ. 6/15 പുള്ളിയിൽ അക്കൗണ്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് SBI ആണ്. 40,000 രൂപ ക്രെഡിറ്റ് ചെയ്തു. പുള്ളിക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ ഈ 40,000 കൊണ്ട് കാല് ശരിയാക്കാൻ പറ്റുന്നൊക്കെയാണ് പുള്ളിയുടെ പ്രതീക്ഷ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെറുതെ സാധനങ്ങൾ. ഓക്കെ, ഇത് മൃദുലിൻ്റെ തന്നെയാണ്. മൃദുലിൻ്റെ എമൗണ്ട് കിട്ടിയ സാധനങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അടുത്തത് സൂര്യ. പൈസ പുള്ളിക്കാരത്തി കിട്ടിയിട്ടുണ്ട്. എപ്പോഴാണെന്നറിയാം? പുള്ളിക്കാരത്തി കൊണ്ട് ഗോൾഡ് പണയം വെച്ചു. ഒരു ചെയിന്, ഒരു റിങ്, ഒരു ബാംഗിൾസ്, മൊത്തം 6,900 വെച്ചിട്ട് 50,000 രൂപ എടുത്തു. ഞാൻ എൻ്റെ അന്നത്തെ റേറ്റ് കണക്ക് കൂട്ടി കഴിഞ്ഞപ്പോൾ 96,000 രൂപയാണ് കിട്ടുക. അന്നത്തെ റേറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് ഐഡിയ ക്രിയേറ്റ് ചെയ്തു. ഇത് കൊണ്ടേ പണയം വെച്ചിട്ട് ഐഡിയ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് കൊടുത്തു, എമൗണ്ട് കൊടുത്തു. എന്നിട്ട് അവിടെ സ്ക്രീൻഷോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ സമയം 10:21. പക്ഷേ മെസ്സേജിൻ്റെ ടൈമോ 1:06. ഓക്കെ, സീ ദ ഡിഫറൻസ്. ശരി, അങ്ങനെ സൂര്യ 1:31 ക്യാഷ് ഇട്ടു. 25,000 രൂപ. ശരി, സൂര്യയുടെ ട്രാൻസാക്ഷൻ കിടക്കുന്നു. ഷഫിൾ ചെയ്യണം, അത് എന്നൊക്കെ പറയുന്നു. ബ്ലാ 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 ബ്ലാ. പുള്ളിക്കാരത്തിൻ്റെ ഫോൺ അടിച്ചു പോയി. ഹസ്ബൻഡിൻ്റെ ഫോണാണ്. അവിടെ ഒരു നോട്ടീസ് ചെയ്ത കാര്യം, ഈ ടൈപ്പ് ചെയ്യുന്ന ആൾക്ക് മലയാളം വലിയ വശമില്ല. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. പിന്നെ പുള്ളിക്കാരത്തിനെ ഗ്രൂപ്പിലൊക്കെ ആടാക്കി. 12:57 ആടാക്കി. എല്ലാ ഷോട്ടും പൊളിയാണ്. ഗോൾഡ് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. വിഡ്രോ ചെയ്യട്ടെന്നൊക്കെ ചോദിക്കുന്നു. 1:32. 1:15 ആടാക്കി. 1:32 വിഡ്രോ ചെയ്യട്ടെന്ന് ചോദിക്കുന്നു. മറ്റുള്ളവരെ പോലെ നന്ദിയുണ്ട്, നിങ്ങളെന്നെ ചയച്ചില്ല എന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ ചയച്ചിട്ടില്ല. അങ്ങനെ അയാൾക്ക് എമൗണ്ട് 40,000 ക്രെഡിറ്റ് ആട്ടോ. 12/6
2025. കാരണം 1/16 അയാൾ വിഡ്രോ ചെയ്തിട്ടെന്ന് ചോദിക്കുന്നത്. പക്ഷേ അയാൾക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് 12:31. അതായത് ടൈം ട്രാവൽ ആയിരിക്കും. 1/16 ക്യാഷ് ഉണ്ടാക്കിയ ആൾ നേരെ തിരിച്ച് 12:31 ആയപ്പോഴേക്കും എന്ത് ചെയ്യുന്നു, വിഡ്രോ ആയിട്ട് നയിക്കുന്നു. പിന്നെയുള്ളത് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇവിടെ പിന്നെ ഈ സൂര്യയൊക്കെ ചാറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് മോർണിംഗിൽ പുള്ളിക്കാരത്തി വിഡ്രോ ചെയ്യാമെന്ന് പറഞ്ഞാണ് 2:15 കേട്ടോ. കാരണം ഇവിടെ സൂര്യയുടെയൊക്കെ ചാറ്റിംഗ് ഒക്കെ എത്തി 12:56, 12:57. ഇതൊക്കെ AM ആണ് കേട്ടോ. 1:32 AM ആണ്. സോറി, ഞാൻ പറഞ്ഞ മാറിപ്പോയതാണ്. 1:32 AM ഇരുന്നാണ് കഷ്ടപ്പെട്ട് കിടക്കുന്ന കുഞ്ഞാവകളാണ് അതൊക്കെ. അങ്ങനെ പുള്ളി റിപ്ലൈ 1:14 AM കൊടുക്കുന്നു, വിഡ്രോ ചെയ്തോളൂ എന്നൊക്കെ പറയുന്നു. വിഡ്രോ ചെയ്യുന്നു, 12:31 വന്നു. ശരി, അപ്പോൾ ഏകദേശം ലോജിക്കലി കണക്റ്റ് ആവുന്നുണ്ട്. പക്ഷേ ഈ 12:30ക്കും 1:30ക്കൊക്കെ ഇരുന്നിട്ടാണ് സംശയിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ 40,000 രൂപ 12:31 ക്രെഡിറ്റ് ആക്കി. ഓൺലൈൻ വരാമെന്നൊക്കെ ചോദിക്കുന്നു. കുറേ ആൾക്കാരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചായിരുന്നു പറഞ്ഞു. പൈസ കിട്ടി. ഓക്കെ, അതാണ് പുള്ളിക്കാത്തൊരു കഥ കേട്ടോ. പിന്നെ വേറൊരാൾ മൈഗിൻ. അപ്പോൾ അവിടെയാണ് നമുക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഇവിടെ ഇവർ ബാങ്കിൽ പ്ലഡ്ജ് ചെയ്യാൻ വേണ്ടി ഇവരെല്ലാം ഈ ഇട്ടിരിക്കുന്ന ഗ്രൂപ്പുള്ള എല്ലാവരും തന്നെ സ്വർണ്ണം പണയം വയ്ക്കുകയാണ്. ഇവർ നാട്ടിൽ വേറെ പരിപാടിയൊന്നും ഇല്ല എന്നാണ്. എല്ലാവരും സ്വർണ്ണം പണയം വയ്ക്കുന്നു, അല്ലെങ്കിൽ വീട്ടിലേക്ക് കാശെടുത്തുകൊണ്ട് ആരും അറിയാതെ അടിച്ചുകൊണ്ട് CDMലിട്ട് കൊടുക്കുന്നു. വാവ്, ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ശരി, ഈ മൈഗിൻ എന്ന് പറയുന്ന ആൾ വീണ്ടും പണയം വെച്ചേക്കാണ് കേട്ടോ. ഇവിടെ പണയ നമ്പറൊക്കെ ഉണ്ട്. റിസീവ് ചെയ്തിരിക്കുന്നത് 13/6/2025 വച്ചിരിക്കുന്ന ടൈം സൂം ചെയ്യാം 14:53 2:53 അതാണ് ക്യാഷ്യറുടെ റെസീപ്റ്റ് എന്ന് പറയുന്ന ടൈം. എക്സാക്ട്ലി 3 മണിയാകാൻ ഒരു 7 മിനിറ്റോടെ ബാക്കി. ശരി, എന്നിട്ട് പറയുന്നത് ഗോൾഡ് വെച്ചെടുത്തേക്കണെയാണ്. ശരി, ഗോൾഡ് വെച്ചെടുത്തു എന്ന് പറയുന്ന സമയം എപ്പോഴാണെന്ന് നോക്കുക. ഓക്കെ, സൂം ചെയ്യാം. ഗോൾഡ് വെച്ചെടുക്കുക എന്ന് പറയുന്ന സമയം 12:23 PM, ഉച്ചയ്ക്ക് 12:23 PM പുള്ളി പറയുന്നത്. പക്ഷേ പുള്ളിയുടെ റെസിപ്റ്റിൽ കാണിച്ചിരിക്കുന്നത് പണയം വച്ചിരിക്കുന്നത് 2:53. 12 കഴിഞ്ഞിട്ടാണ് എൻ്റെ അറിവിൽ സമയം പോകുന്നത്. പിന്നെ 1 മണിയാകും, 2 മണിയാകും, അങ്ങനെയാണ് പോകുന്നത്. തിരിച്ചല്ല, ഇവരും ടൈം ട്രാവലിൻ്റെ ആൾക്കാരാണ്. 12:21 ഗോൾഡ് വെച്ച് പൈസ എടുത്തെന്ന് പറഞ്ഞ് പൈസ കൊടുക്കുന്ന ആളുടെ റെസിപ്റ്റ് കിടക്കുന്നത് അന്നേ ദിവസം ഉച്ച കഴിഞ്ഞ് 53 സോ അവിടെയും സംതിങ് ഫിഷി. ഞാനൊന്നും പറയുന്നില്ലേ. പിന്നെ അയാൾ 35 കുട്ടി എന്നൊക്കെ പറഞ്ഞ് സാധനം ഇടുന്നു, 30,000 കിടക്കുന്നു. ആളുടെ അതൊക്കെയാണ് കേട്ടോ മൈഗിൻ്റെ കഥ അങ്ങനെയാണ്. അങ്ങനെ പുള്ളിക്കും 40,000 കൊടുത്തു. പിന്നെ ഒരാളുടെ കാലൊടിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ പൊതുവേ ഈ ഗ്രൂപ്പിൽ ഞാൻ നോക്കുമ്പോൾ കാണുന്ന കഥ എന്ന് പറയുന്നത് കാലൊടിഞ്ഞവൻ്റെ കഥയും ഓപ്പറേഷൻ്റെ കഥയും പിന്നെ അച്ഛൻ വീട്ടിലെ പെങ്ങളുടെ കല്യാണത്തിന് വെച്ച പൈസ എടുത്തുകൊണ്ടിട്ട് ഇട്ട കഥയും പിന്നെ എന്താണ് പണയം വെച്ച കഥയും ഈ പിന്നെ ഒരു സാധനം ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് വൈഫ് കുഞ്ഞു കുട്ടികൾ, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. അതാണ് അടുത്ത സാധനം. ഞാനിപ്പോൾ 8 മാസം പ്രഗ്നൻ്റാണ്. ലേശം കോംപ്ലിക്കേറ്റഡ് ആണ്. ഹസ്ബൻഡ് 3 മാസം മുന്നേ മരിച്ചുപോയി. ലോജിക്കലി കറക്റ്റാണ്. എല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത്. PF വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ജോലിയുള്ള ആളാണ്. PF എന്ന് പറയുകയാണെങ്കിൽ നോർമലി അയാൾക്കൊരു ജോലി ഉണ്ടാക്കണം. PFൻ്റെ സാലറി ലിമിറ്റ് മിനിമം ഒരു 15,000 രൂപയുടെ മുകളിലേക്ക് വേണം ഏറ്റവും കുറഞ്ഞ PFലേക്കുള്ള ജോയിൻ ചെയ്യാൻ. അതാണ് ഞാൻ പഠിച്ചിരിക്കുന്ന PFൻ്റെ റൂൾ കേട്ടോ. അപ്പോൾ മിനിമം 15,000 രൂപ കാശുള്ള ഒരാൾ, ഹസ്ബൻഡ് മരിച്ചു, ഓക്കെ, പ്രശ്നങ്ങളുണ്ടാകാം, പ്രഗ്നൻ്റ് ആണ്, ഓക്കെ, അതും സമ്മതിച്ചു. അങ്ങനെയാണെങ്കിലും സാലറി കിട്ടിക്കൊണ്ടിരുന്ന ആളല്ലേ, ജോലിക്ക് പോകുന്ന ആളല്ലേ, ബേസിക്കലി നമ്മുടെ കയ്യിൽ ബാലൻസ് എന്തെങ്കിലുമൊക്കെ വേണം. അങ്ങനെയാണ് ഞാൻ കരുതുക. ശരി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. അപ്പോൾ ഞാൻ ചേട്ടനെ വിശ്വസിച്ച ചേട്ടൻ എന്നെ കൈവിടത്തില്ലല്ലോ എന്നാണ് ചോദിച്ചേക്കണേ. പ്രസവം ഭയങ്കര റിസ്ക്കാണ്, മരണം വരെ സംഭവിക്കാം. സിസേറിയൻ വേണ്ടി വരും. ഇവിടെ നാട്ടിലാരും പ്രസവിക്കാത്തതും ഒന്നാണല്ലോ. ഇതൊക്കെ അപൂർവ കേസുകളല്ലേ. പിന്നെ നല്ല പൈസ വേണം. 2 ലക്ഷം രൂപ ഓൾമോസ്റ്റ് വേണ്ടി വരും. ഇവരെന്ത് പ്രസവമായിരിക്കും നടത്തണേ? എൻ്റെ അറിവിൽ പ്രസവിക്കാൻ അത്ര പൈസ. ബൈ ദ വൈ, ദാറ്റ്സ് നോട്ട് മൈ, അതെൻ്റെ ഏരിയ അല്ല. പ്രസവമൊന്നും എൻ്റെ ഏരിയ അല്ല. പേരൻസ് ഒന്നും ഇല്ല കൂടെ, എല്ലാം കൊണ്ട് ഡൗൺ ആണ്. ചേട്ടനൊരു
ഉറപ്പ് തന്നാൽ ഞാൻ ചെയ്യാം. എന്ത് പ്രസവിക്കില്ല? ചേട്ടൻ്റെ ഉറപ്പ് വരുന്നത് പ്രസവിക്കലായിരിക്കല്ലേ? എന്തായാലും നമ്മൾ ചേട്ടനെ കുറ്റം പറയരുത്. ബട്ട് പറ്റിക്കപ്പെട്ട മരണം അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. വയറ്റിൽ കിടക്കണ കുഞ്ഞും കൂടി ആയിരിക്കും ഈ ലോകം വിട്ടു പോകുന്നത്. ഓക്കെ, ശരി, ഭയങ്കര സൈക്കോളജിക്കൽ ആൻഡ് സെൻറ്റിമെൻ്റൽ അപ്രോച്ചാണ്. അപ്പോൾ പുള്ളി കുറേ ആശ്വാസവാചനങ്ങൾ, ആശ്വാസം അങ്ങോട്ട് വാരിക്കോരി വിതറുവാണ്. ചേട്ടാ ഹോസ്പിറ്റലായിരുന്നു, എന്നെ ഹെൽപ്പാക്കുമോ? ഓ ചേടാ, ഇത് വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലായല്ലോ. 1:33 AM കേട്ടോ. ഇവരെല്ലാം രാത്രി പ്രസവക്കാര്യം പറയുന്നു, രാത്രി മാല മോഷ്ടിക്കുന്ന കാര്യം, അല്ല സോറി തെറ്റിപ്പോയി, പണയം വയ്ക്കുന്ന കാര്യം പറയുന്നു. ഇതെല്ലാം രാത്രി 1:30 സംഭവിക്കുക. 1:30 പണയം വയ്ക്കാൻ പറ്റിയ മൂഡ്. അപ്പോൾ എന്നാൽ 2:04 AM ഈ ചേട്ടൻ അപ്പോഴും ഉണ്ട് കേട്ടോ. 1:39 കൊടുക്കുന്നു. ഇവിടെ ടൈം വ്യത്യാസം 1:35, 1:37, 1:38, ഓക്കെ 1:39, 1:40. പുള്ളി മെയ് 15 2:04 AM ഓർക്കുക, ചേട്ടൻ അതിരാവിലെ എണീറ്റ് പ്രസവിച്ചോ എന്ന് നോക്കാൻ പോയതായിരിക്കും. അല്ല, ചേട്ടനല്ല, പുള്ളിക്കാരത്തി വീണ്ടും റിപ്ലൈ ഇടുന്നത്. പുള്ളി പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. ഓക്കെ ശരി. അങ്ങനെ മെയ് 15 എനിക്ക് മെയ് 15 കേട്ടോ 2025. ഇതിപ്പോൾ ജൂണാണേ, തൊട്ട് മുന്നത്തെ മാസമാണ്. 2:04 AM ചേട്ടാ ഹോസ്പിറ്റലായിരുന്നു, എന്നെ ഹെൽപ്പാക്കുമോ? പൈസ ഞാൻ റീചാർജ് ചെയ്യട്ടെ. ഇത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾ, പ്രഗ്നൻ്റായിട്ട് പ്രസവിക്കാൻ പോയ ആളാണ്. അന്നേരമാണ് ഗെയിം കളിക്കാൻ നിൽക്കുന്നത് കേട്ടോ. സംതിങ് ശരി. അപ്പോൾ പുള്ളി പിന്നെ 10:02 AM പുള്ളി തിരിച്ചിട്ടു. അങ്ങനെ മെയ് 21 പ്രസവം കഴിഞ്ഞു വേണമായിരിക്കും. 15, 16, 17, 18, 19, 20, 21, ഓക്കെ 6 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി തിരിച്ച് ഓയി 2 ഞാൻ പൈസ റീചാർജ് ചെയ്യട്ടെ, 10K ബ്രദറിൻ്റെ നെയിം ആൻഡ് DP ഇട്ട ഫേക്ക് അക്കൗണ്ട് കൊണ്ടുപോയി. 10K പുള്ളിയുടെ ഇതിട്ട എമൗണ്ട് DP കിട്ട ഒരാൾ പൈസ പറ്റിച്ചുകൊണ്ടിരുന്നു. മോശം പ്രസവിച്ച് കിടന്നപ്പോഴും ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാധനം. പിന്നെ ലക്ഷ്മി, പുള്ളിക്കാരുടെ പേര് ലക്ഷ്മി ശ്രീ എന്നാട്ടോ. കുറച്ച് ഇപ്പോഴാണ് സാധനം കിട്ടിയത്. മിസ്റ്റർ ജെറി എന്നുള്ള സാധനമാണ് കൊണ്ടുപോയി. പുള്ളി ലൈവ് പറയുന്നതല്ലേ, പുള്ളിനെ അല്ലാണ്ട് വേറെ ആരും വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞ് പിന്നെ പറ്റിക്കലി വേറെ വഴിയൊന്നുമില്ല. പെട്ടവും ഹോസ്പിറ്റലിൽ അടയ്ക്കാൻ പോലും കാണില്ല. അതായത് ഹോസ്പിറ്റലിൽ അടയ്ക്കാൻ പൈസയില്ല, പക്ഷേ 50,000 രൂപ നമുക്ക് ഗെയിമിലിടാൻ പൈസയുണ്ട്. 9:01 AM കേട്ടോ. ഇവിടെ മെസ്സേജ് ഇട്ട്. അപ്പോൾ ഓക്കെ ശരി. ചേട്ടൻ അനിയനെ പോലെ കാണുന്നു, ചതിക്കില്ലേ എൻ്റെ പുണ്യേട്ടാ, ചതിക്കില്ലേടാ ഏട്ടാ. അങ്ങനെ പുള്ളിക്കാരത്തി ഹോസ്പിറ്റലിൽ കിടന്ന് 10:30 ആയപ്പോൾ ഒരു എമൗണ്ട് അടച്ചിട്ടുണ്ട്. അതിന് മുമ്പ് എമൗണ്ട് അടച്ചിട്ടുണ്ട്. ക്യാഷ് ബാക്ക് ആയിട്ട് 25,000 തിരിച്ചു വന്നായിട്ട് കാണിക്കുന്നു. 10:28 ഓക്കെ സ്പിൻ കിട്ടി. അങ്ങനെ കറക്റ്റ് കിട്ടിയതോടെ 7.5 ലക്ഷം രൂപ ഷുവർ ഷോട്ട്. അങ്ങനെ എല്ലാം സെറ്റായി. ആ കുട്ടി പ്രസവിച്ച് കാണുമായിരിക്കല്ലേ. ആക്സസ് കോഡ് അങ്ങനെ മറ്റേ എന്തൊക്കെ പറയുന്നു. എമൗണ്ട് വന്നാൽ അയക്കാം. ഓക്കെ എമൗണ്ട് വരും എന്നൊക്കെ പറയുന്നു. അങ്ങനെ 1:31 AM കേട്ടോ. മെയ് 22 1:28 AM എമൗണ്ട് വന്നായിട്ട് മെസ്സേജിൽ കാണിക്കുന്നുണ്ട്. ക്രെഡിറ്റ് BOB ബാങ്ക് ഓഫ് ബറോഡയിലാണ് വന്നേക്കണേ. നിർമ്മല ഏജൻസീസ് ഫ്രം നിർമ്മല ഏജൻസി. ഓക്കെ വീണ്ടും ഡിയർ കസ്റ്റമർ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ആരുടെയോ സാധനം ഇട്ട് 1:30 AM 39,900. ഓക്കെ അത് SBIയിലേക്കായിട്ട് ഉപയോഗിക്കണേ. അത് ഈ പ്രസവിക്കാൻ കിടക്കുന്ന ആൾക്ക് 2 അക്കൗണ്ട് ഉണ്ട്. ഒന്ന് ബാങ്ക് ഓഫ് ബറോഡയിൽ BOB ബാങ്ക് ഓഫ് ബറോഡ അക്കൗണ്ട് നമ്പർ 1169. അത് നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽ എടുക്കാൻ പറ്റും. ഇത് UP വഴി ടു ബാങ്ക് ഓഫ് ബറോഡ. ഓക്കെ SBIയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ കിടന്ന ആൾ ഈ രാത്രി 1:33 AM ആയിട്ടും പ്രസവിച്ചിട്ടില്ല. അതായത് 5 ദിവസം മുമ്പ് പ്രസവിക്കാൻ അഡ്മിറ്റായ ആൾ ഈ പറഞ്ഞ മെയ് 22 ആയിട്ടും 21 കഴിഞ്ഞ് 7ാമത്തെ ദിവസമാണ്. അപ്പോഴും പ്രസവിച്ചിട്ടില്ല. 1:33 കുട്ടി വയറ്റി കിടക്കുന്ന കുട്ടി ഒരു അനുഗ്രഹിക്കാനാണ് പറഞ്ഞത്. വല്ലാത്ത അനുഗ്രഹമായി. കറുത്ത് ഏജ് 22 ഉള്ളൂ. അച്ഛൻ ഹേർട്ടിന് ഇഷ്യൂ ഉണ്ട്. എന്ത് ചെയ്യുന്നറിയത്തില്ല. അതുകൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അച്ഛൻ്റെ ഹേർട്ടിന് പ്രശ്നമുള്ളതുകൊണ്ട്. ഗെയിം വീഡിയോ കിടുന്നു. ചേട്ടനെ വിശ്വസിച്ച് പേടിയാകുന്നു, വിറക്കുന്നു. ശരിയും വിറക്കുന്നു അല്ലേ, ശരിയാക്കുന്നു. എമൗണ്ട് ഇടുന്നു. 50,000 രൂപ ഇടുന്നു. 25,000 തിരിച്ചിട്ടി. മറ്റന്നാൾ ചേട്ടൻ ശരി മറ്റന്നാൾ 11 ഓപ്പറേഷനാണ് ആരുടെ അച്ഛൻ്റെ. അതിനു മുമ്പാണ് കൊച്ചി 50,000 രൂപ എടുത്തിട്ട് എന്ത് ചെയ്തത്, ഗെയിമിലിടാൻ പോയത്. അങ്ങനെ അവർക്കും കിട്ടി. SBIയിലേക്ക് തന്നെയാണ് അങ്ങനെ 79,000 രൂപ. ഓക്കെ ഒറ്റയടിക്ക്. അങ്ങനെ രാത്രി 1:47 AM പുള്ളിക്കാത്തി റിപ്ലൈ പറയുന്നുണ്ട് കാർത്തൂൻ്റെ കേട്ടോ. എന്നെ പറ്റിച്ചില്ലല്ലോ, ചേട്ടന് നന്ദിയുണ്ട്, ചേട്ടൻ രക്ഷപ്പെടുത്തിയതിന്. അതുകൊണ്ട് അമ്മയ്ക്ക് ചേട്ടനോടൊന്ന് സംസാരിക്കണം. സമയം രാത്രി 1:49 AM. ഓക്കെ വിളിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്.
നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കുക, ഈ 1:49 AM ഏതെങ്കിലും അമ്മമാർ ഫോൺ കൊടുത്ത് വെച്ചിട്ട് കൊച്ചിനോട് പറയാം, മോളെ ഗെയിം കളിച്ചോ, ഞാൻ അതിൻ്റെ ആ ചേട്ടനെ വിളിക്കാം എന്നൊക്കെ പറയോ? ഇല്ല, ഇറ്റ്സ് എ ഫേക്ക്. അപ്പോൾ പിന്നെ ഓഡിയോ ഉണ്ട് കേട്ടോ, അമ്മയുടെ ഓഡിയോ ഒക്കെ ഉണ്ട്. മോനെ രക്ഷിച്ചു 1:49 അതിനുശേഷം 53 അമ്മയുടെ ഓഡിയോ ഒക്കെ ഉണ്ട്. 3 മിനിറ്റ് 16 സ്ഥാനത്തിൻ്റെയൊക്കെ അതെനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും സംഭവം കൊള്ളാം, കിടുക്കാച്ചി. ഇതിൻ്റെ അകത്ത് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സാധനം വന്നിട്ടുണ്ടായിരുന്നു, ഞാനത് എവിടെയോ കണ്ടു. ഞാൻ ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെയും ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെയും ഇതിൽ വന്നിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം പാലക്കാട് റീജിയൻ. അങ്ങനെ ഞാൻ പാലക്കാട് റീജിയൻ ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പോൾ പാലക്കാട് റീജിയനിൽ 10 പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ബ്രാഞ്ചസ് ആണുള്ളത്. അതിലേതുമാകാം. അപ്പോൾ എന്തായാലും ഈ ആളുകൾ ഇവർക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ല എന്നൊക്കെ ഓൾറെഡി അമ്മമാർ പറയുന്നുണ്ട് ഏതോ ഒരു മെസ്സേജിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് പാലക്കാട് ബോർഡർ ഉള്ളേരിയ അല്ലെങ്കിൽ പാലക്കാട് ബോർഡർ അല്ലെങ്കിൽ തമിഴ്നാട് ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലായിരിക്കണം ഈ മാതിരി കളികളെല്ലാം തന്നെ അഭ്യാസങ്ങളൊക്കെ ഇറക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ആളുകളായിരിക്കണം. എക്സാക്ട്ലി. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ ഈ 50,000 ഇടാൻ പറയുന്നു. എന്തിൻ്റെ കാര്യത്തിന് അതെനിക്ക് മനസ്സിലായിട്ടില്ല. 50,000 ഇടുന്നു, അതിൻ്റെ അത് ക്യാഷ് ബാക്ക് 25,000 രൂപ അവർ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നു. എൻ്റെ അറിവിൽ ഒരു സൈറ്റും ക്യാഷ് ബാക്ക് ഗൂഗിൾ പേ ആയിട്ടൊന്നും ചെയ്ത് തന്നിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പ്ലേ ചെയ്തിട്ടുള്ള ഒരു സൈറ്റിൽ പോലും ക്യാഷ് ബാക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിൾ പേ ആയിട്ടൊന്നും തിരിച്ചു വരില്ല. നിങ്ങളുടെ ഗെയിം അക്കൗണ്ടിലേക്ക് തന്നെയായിരിക്കും കയറുക. അതിപ്പോൾ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും കേട്ടോ. സ്പിൻ ചെയ്ത് 6 ലക്ഷവും 7 ലക്ഷവും 22 ലക്ഷമൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചധികം നാളുകൾ ഇരുന്നതാണ്, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയൊരു സാധനം. ഇതിൽ ഏകദേശം 43 അല്ലെങ്കിൽ ഏകദേശം 43.5 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 43.5K സബ്സ്ക്രൈബേഴ്സ് കേട്ടോ. അത്രയും ആളുകളുള്ള ഒരു ഗ്രൂപ്പാണ്. ഇതിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, അതൊരു യാഥാർത്ഥ കാര്യമാണ്. വിളിച്ചാൽ കിട്ടില്ല. രണ്ടാമത്തെ കാര്യമാണ് കോണ്ടാക്ട് ചെയ്യാൻ മറ്റൊരു മാർഗ്ഗവുമില്ല. ആലോചിച്ച് നോക്കുക എത്ര സേഫായിട്ടാണ് അവർ കളിക്കുന്നത് എന്നുള്ളത്. ഒരാളുടെ എമൗണ്ട് പോയി കഴിഞ്ഞാൽ പോലും അവർക്ക് മറ്റൊരാളോട് പറയാൻ പോലും പറ്റില്ല. അങ്ങനെ പറ്റാത്തതാണ് അവരുടെ വിജയം. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ഇടാം, കമൻ്റ് ഇടാം. എൻ്റെ അടുത്ത് വന്ന് കമൻ്റ് ചെയ്ത, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു 15ഓളം ആളുകളുടെ പ്രൂഫിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഞാനൊരിക്കലും ഒരു ഗ്രൂപ്പിനെ കുറ്റം പറയാൻ ഉണ്ടാക്കുന്ന വീഡിയോ അല്ല. പൈസ പോയിട്ടുള്ള ആളുകളുടെ എക്സാക്റ്റ് അവരുടെ റീസണ് സഹിതം എനിക്ക് തന്നിരിക്കുന്ന അവരടച്ചത് ഇവരുടെ ചാറ്റുമായിട്ടുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ 360 എന്നുള്ള സാധനം പക്ക ഫേക്കാണെന്നുള്ളത് വെച്ചിട്ട്. പക്ഷേ അന്ന് എനിക്ക് ഇട്ട വീഡിയോയുടെ താഴെ ആരൊക്കെ വന്നു, ഞങ്ങൾക്ക് എമൗണ്ട് കിട്ടുന്നുണ്ടല്ലോ. ഉണ്ട്, ശരിയാണ്, 1000 1500 കിട്ടും. നിങ്ങളിട്ട ഈ 50,000 രൂപയിൽ നിങ്ങളൊരു 10,000 രൂപ വെച്ച് വിഡ്രോ ചെയ്ത് നോക്കി, കിട്ടില്ല, റിജക്ഷൻ ആയിരിക്കും. 100,000 കാര്യങ്ങൾ പറഞ്ഞ് രജിസ്ട്രേഷൻ നടത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പറ്റിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. നിങ്ങളുടെ മാത്രമല്ല പൈസ പോയിട്ടുള്ളൂ, ഞാൻ ഇത് തന്നെ പറയാം, നിങ്ങളുടെ മാത്രമല്ല പൈസ പോയിട്ടുള്ളൂ. ഇഷ്ടം പോലെ ആളുകളുടെ വേറെ പോയിട്ടുണ്ട്. പക്ഷേ അവരാരും ഒന്നും പുറത്ത് പറയാത്തതാണ് ഈ പറയുന്ന ആളുകളുടെ വിജയം. ദയവ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യുക, പറയുക. ഞാനതിൻ്റെ നിങ്ങൾ പറയുന്നത് സത്യമാണോ എന്ന് നോക്കിയിട്ട് ആണെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഞാൻ വെളിപ്പെടുത്തുന്നില്ല, പകരം മറ്റുള്ളവർ കാണട്ടെ. എന്നിട്ട് ഇതിൽ പറ്റിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അത് നിർത്തട്ടെ, അല്ലെങ്കിൽ ഇനി പറ്റിക്കപ്പെടാനുള്ളവരെല്ലാം അതിൽ നിന്ന് ഒഴിവായി രക്ഷപ്പെടട്ടെ. ഈ ഒരു കാര്യം ചെയ്യാമല്ലോ. ഇപ്പോൾ എനിക്ക് എൻ്റെ ഗ്രൂപ്പിൽ തന്നെ, ഗ്രൂപ്പുണ്ട് എനിക്ക്, ആ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ആളുകൾ എന്നെ വിശ്വസിക്കണമെന്നില്ല. പക്ഷേ അവർ ഞാൻ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് കേട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ആയിരിക്കും ഓരോ ഗ്രൂപ്പിൽ ആളുകൾ ജോയിൻ ചെയ്യുക. അവിടെയെല്ലാം ആളുകൾ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ച് ഈ ഫേക്കായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി. ഈ സ്ക്രീൻഷോട്ടുകളെല്ലാം തന്നെ നിങ്ങൾ നോക്കുക, ഇത് 1-2 വ്യക്തികൾ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിരിക്കുന്ന സ്ക്രീൻഷോട്ടാണ് പക്ക. ഞാൻ ഗ്യാരണ്ടി പറയാം. ഇപ്പം ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യും. ആ ചാറ്റാണ് ഇവിടെ കാണുന്ന സ്ക്രീൻഷോട്ടുകൾ. അല്ലാതെ അതിൻ്റെ അകത്തൊരു ശ്രുതിയില്ല, ഒരു ഘടകവും ഇല്ല, ഒരു മൈകനോ അവനും ഇല്ല ഇവനും ഇല്ല, ഒന്നുമില്ല. എല്ലാം ഒരാൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തേക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഈ ചെയ്തിരിക്കുന്ന എല്ലാത്തിൻ്റെ ലൊക്കേഷൻ പാലക്കാടാണ്. ഞാൻ അതുതന്നെ പറയുന്നത്, എല്ലാത്തിൻ്റെ ലൊക്കേഷൻ സിംപിളി കിട്ടിയിരിക്കുന്ന സാധനം. പിന്നെ പറഞ്ഞത് ഒരു ഗോൾഡ് ലോണിൻ്റെ മാത്രമാണ് കാഞ്ഞിരമറ്റം എന്നുള്ളത് കാണുന്നത്.
ചിലപ്പോൾ അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കും, എനിക്കറിയില്ല. ബാക്കി എല്ലാത്തിൻ്റെയും സോഴ്സ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാം പാലക്കാടാണ്. ഇവരുടെ സംസാരവും ഒരു പാലക്കാടൻ ടച്ചാണ്, നോട്ട് ഇൻ മലയാളം. എക്സാക്റ്റ് മലയാളമല്ല, അതിൻ്റെ സ്ലാങ് തന്നെ തൃശ്ശൂർ, പാലക്കാട് ആ റേഞ്ചിൽ നിൽക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ ബി കെയർഫുൾ. അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആണ്, കാരണം ഇതെല്ലാം എനിക്കിന്ന് വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുത്തു, അല്ലെങ്കിൽ പറയാൻ സമയം എടുത്തുകൊണ്ടാണ്. ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്നെ തെറി വിളിക്കുകയോ അല്ലെങ്കിൽ അവരെ തെറി വിളിക്കുകയോ എന്ത് വായനയോ ആയിക്കോട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഒപ്പം തന്നെ ഞാൻ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള സാധനം കിട്ടും. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈൽ നോക്കിയാലും ഞാൻ എല്ലാത്തിലും ഉണ്ടെന്നേ. ഇൻസ്റ്റയിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടാലും മതി, ധൈര്യമായിട്ടോ. ഞാൻ ജോലിയിലാണെങ്കിൽ റിപ്ലൈ തരാൻ ലേറ്റ് ആവും, ഇല്ലെങ്കിൽ റിപ്ലൈ കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ പുതിയ ഊടായിപ്പോട്ട് വരാം. അതുവരെ ഗോൾഡൊന്നും പണയം വയ്ക്കാത്ത ചേട്ടന്മാർക്ക് വേണ്ടിയിട്ട് ബൈ ബൈ.